ഞാൻ സുപ്രഭാതം ഓൺലൈൻ ചാനലിൽ വന്ന ഒരു പരസ്യം വായിക്കണം. നമ്മൾ ബഹുമാനപ്പെട്ട നമ്മൾ സുബൈ നിസ്കരിച്ചിട്ട് ഉളുടുത്ത് ആ ഉളോടുകൂടി വന്നാണ് തുറക്കണ ബഹുമാനപ്പെട്ട സുപ്രഭാതത്തിൻ്റെ ഓൺലൈൻ ചാനലിൽ വന്ന ഒരു പരസ്യം നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. ഒന്നും വിചാരിക്കരുത്, പറയല്ല നിർവാഹല, വളരെ വേദനിച്ചത് കണ്ടപ്പോൾ. ഇത് എന്താ എന്നറിയോ, ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 24-ാം തീയതി, പോസ്റ്റ് ഡേറ്റ് 24/2026 ഏപ്രിൽ 26 മിനിഞ്ഞാന്ന് സുപ്രഭാതം ഓൺലൈൻ ചാനൽ വന്ന ഒരു കുറിപ്പാണ്, ഒരു പരസ്യ കുറിപ്പാണ്, ഒരു കുറിപ്പാണിത്. എന്തതിലുള്ള സുപ്രഭാതം. ചെലവ് സൗദി സർക്കാർ വഹിക്കും. മദീന യൂണിവേഴ്സിറ്റിയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം. മെയ് 21 വരെ അപേക്ഷിക്കാം. അടിപൊളി കോഴ്സുകൾ. അപ്പോൾ അടിപൊളി കോഴ്സുകളാണ് അവിടെ ഉള്ളത്. എവിടെ? മദീന യൂണിവേഴ്സിറ്റിയിൽ അടിപൊളി കോഴ്സുകളുണ്ട്. അടിപൊളി കോഴ്സാണ്. നിങ്ങൾക്ക് നേരം വൈകിന്ന് വിചാരിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, സമയം ഇനിയുണ്ട്. ഇന്ന് ഏപ്രിൽ 24 ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ന് വരെ അപേക്ഷിക്കാം, മെയ് 21 വരെ അപേക്ഷിക്കാം. സൗദി സർക്കാർ ചെലവ് വഹിക്കും. ചെലവാണല്ലോ പ്രശ്നം. ചെലവ് ഏത് തെബിലീകാരം വഹിക്കുകയാണെങ്കിലും നമ്മൾ ഓനെ ബഹുമാനിച്ച് ഓൻ്റെ ഒപ്പം നടക്കും. ഏത് വഹാബി വഹിച്ചാലും നമുക്ക് ചെലവാണ്. ഹിമ്മത്ത് ഹുമ്പുത്തൂനും അവരെ പ്രശ്നം അവർ ചെലവായിരിക്കുന്നു. മുത്തിന് പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ ഹിമ്മത്ത് ഹുമ്പുത്തൂനും അവരുടെ പ്രശ്നം, അവരുടെ ചെലവാര് വഹിച്ചാൽ അതിനനുസരിച്ച് ആണ്. ഏത് തെബിലീകായാലും ജമാഅത്തുകാരനാണെങ്കിലും ഒരു മന്തി ചെന്നാൽ പിന്നെ നമ്മൾ ഓൻ്റെ പിന്നാലെ കൂടും. ഇപ്പൊ ഇവിടെ പ്രശ്നമില്ല. ഇവിടെ ചെലവ് ആര് വഹിക്കും? സൗദി ഗവൺമെന്റ് വഹിക്കും. മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടെ ഉണ്ട് പ്രവേശനം. നിങ്ങൾ 21 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പം ബഹുമാനപ്പെട്ട ഇതിപ്പോ സുപ്രഭാത ഓൺലൈൻ ചാനൽ ആരാണ് കാണുക? ബഹുമാനപ്പെട്ട സുന്നികൾ, പ്രത്യേകിച്ച് സുഹാബി ഗ്രൂപ്പുകൾ പറയുന്നത് ഷജറകളുടെ നിയന്ത്രണത്തിലാണ്. ഷജറകളെ പറ്റി പറയുന്നത് ഞങ്ങൾ കടുകട്ടി മദീനത്തെ ഇസ്ലാമിനെ അങ്ങനെ നടപ്പിലാക്കുക. ഏതാണ് മദീന യൂണിവേഴ്സിറ്റി? വഹാബിസത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി. ഇത്രയും വഹാബിസം ലോകത്ത് പ്രചരിപ്പിച്ച ഒരു സ്ഥാപനം ഉണ്ടാവില്ല. അവരെ വീക്ഷണ പ്രകാരം നമ്മളെ ഇമാമുകളിൽ ഏറിയ കൂടും കാഫിറുകളാണ്. എൻ്റെ അറിവനുസരിച്ച് അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുട്ടിക്ക് അവിടെ പ്രവേശനം ലഭിച്ചു. എൻ്റെ അറിവനുസരിച്ച്, എൻ്റെ അറിവിന് എടുത്ത് പറയാം. ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. രോഗിയായി കിടക്കുക, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനോ ഒന്നുമല്ല, പക്ഷേ സമൂഹത്തിൽ ആവശ്യമുള്ളൊരു ആളായി നേരത്തെ നിന്ന ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുത്ത് സന്തോഷം, കുടുംബത്തിന് അവർക്കൊക്കെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അറിവിന് എടുത്ത് പറയാനുണ്ട്. എൻ്റെ അറിവിന് എടുത്ത് പറയാൻ, എൻ്റെ വാർത്ത എനിക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് എടുത്ത് പറയാം. ഈ സ്ഥാപനത്തിൽ അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുട്ടിക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ആ കുട്ടി അവിടെ പഠിക്കാൻ പോയി. പഠിക്കുന്നതിനിടയിൽ അവിടുത്തെ ചില പ്രൊഫസർമാരുടെ ശിദ്ദത്ത് കുട്ടിക്ക് വളരെ പ്രയാസമുണ്ടാക്കി. എത്രത്തോളം എന്നാൽ ചില മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ വാദം ഇമാം ഗസാലി ഏറ്റവും വലിയ കാഫിറാണെന്നാണ്. അത് സഹിക്കാൻ കഴിയാതെ ആ കുട്ടി സ്ഥാപനം വിട്ട് ഇറങ്ങിപ്പോന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ അബ്ദുൽ നാസർ മഅദനിയുടെ കുട്ടിയായ സലാഹുദ്ദീൻ അയ്യൂബിക്ക് എന്ന മോന് ഒരു ഇസ്ലാമിയത്ത്, അടിസ്ഥാന ഇസ്ലാമിയത്ത് ഉണ്ടായതുകൊണ്ടാണ് ആ കുട്ടിയുടെ വാപ്പ ഒരു വലിയ സുന്നി സ്കോളറായി അറിയപ്പെട്ട ആളല്ല. അദ്ദേഹം ആദ്യകാലത്ത് ഒരു വാർത്ത പറയുന്ന ആളായിരുന്നു. പിന്നീട് രാഷ്ട്രീയ നേതാവായിട്ടും ഒക്കെ അറിയപ്പെട്ട ഒരാളാണ്. ഏതെങ്കിലും സുന്നി സംഘടനയുടെ പ്രൊമോട്ടറാണോ ഈ കുട്ടിയുടെ വാപ്പ? അല്ല. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന മുൻഗാമികളോടുള്ള ബഹുമാനം, എനിക്ക് ഈ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് അബ്ദുൽ നാസർ മഅദനിയോട് ബഹുമാനം തോന്നി. ആ കുട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഉണ്ടായതുകൊണ്ടല്ലേ ആ കുട്ടി ആ കോഴ്സ് എവിടെയാണ് പഠിക്കുന്നത്? മദീന യൂണിവേഴ്സിറ്റിയിൽ. മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ ലോകത്ത് എവിടെയും ഏത് വഹാബി സ്ഥാപനത്തിലും വലിയ അക്ക ശമ്പളത്തിൽ ജോലി കിട്ടും. യൂറോപ്പിൽ ഇഷ്ടംപോലെ വഹാബി സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തും വഹാബി സ്ഥാപനങ്ങളുണ്ട്. ആ വഹാബി സ്ഥാപനങ്ങൾ വളരെ ഡോളർ ബേസിൽ എന്ത് കിട്ടും? ശമ്പളം കിട്ടും. ആ കോഴ്സ് പൂർത്തിയാക്കി പോന്നാൽ മതി. പക്ഷെ ആ കുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ സംസാരങ്ങൾക്കിടയിൽ എന്ത് പറഞ്ഞു? അവരുടെ വീക്ഷണം മനസ്സിലായി. ഈ അബൂ ഹാമിദ് അൽ ഗസാലി, ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ആ ഇമാം ഗസാലി കാഫിറാണ് എന്ന് ആ പ്രൊഫസർമാർ പറയുമ്പോൾ ഈ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. തർക്കിച്ചിട്ടും അവർ മാറുന്നില്ല. അവസാനം കുട്ടി ആ കോഴ്സ് ഉപേക്ഷിച്ചു. ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വളർത്തി, നമ്മളെ മദ്രസ മുഅല്ലിമീങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്ന നമ്മുടെ കടുകട്ടിയായ സുന്നികളുടെ പത്രമാണ് ഏത്? സുപ്രഭാതം. അതിൻ്റെ ഓൺലൈൻ ചാനലിൽ മിനിഞ്ഞാന്ന് വന്ന് വരസിയത്.
ഇമാം അശ്ശഅരി ഒക്കെ കാഫിറാന്ന ഒരു വാദം, അബുൽ ഹസൻ അശ്ശഅരി കാഫിറാന്ന ഒരു വാദം, അബൂ മൂസ അശ്ശഅരി കാഫിറാന്ന ഒരു വാദം. വലിയൊരു ആൾക്കൂട്ടം കൂടിയിട്ട് കഴിഞ്ഞ ഒരു ജുമുഅ നടത്തി തുർക്കിയിൽ ഒരു ജുമുഅ നടന്നിട്ടുണ്ട്. ഒരു പൂട്ടപ്പെട്ട സ്ഥാപനത്തെ തുറന്ന ഒരു ജുമുഅ നടന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ബിഫോർ 5 years ഒരു 6 years അല്ലെ, ഓർമ്മയില്ല ആ സംഭവം. അതിൽ ഒരു ചർച്ച വന്നപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞത്, അവിടെ ജുമുഅ നടത്തിയതിനെ കുറിച്ചല്ല എൻ്റെ വേവലാതി, ആ ജുമുഅയിൽ പങ്കെടുക്കുന്നവരെല്ലാം ളുഹർ മടക്കി നിസ്കരിക്കണം. കാരണം ആ ജുമുഅക്ക് ഇമാമത്ത് നിന്നത് ഒരു മാതുരിദി വിശ്വാസക്കാരനാണ്. മാതുരിദികൾ കഫറാണ്. ഇതാണ് പരീക്ഷണം. ഇതിന് പരസ്യം കൊടുക്കുന്നത് പരസ്യം കൊടുക്കുന്നത് ആരാണ്? സുപ്രഭാത ഓൺലൈൻ ചാനൽ. ഇനി എന്തെങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ഈ സ്വഹാബി എന്ന് പറയുന്നതിന് അപ്പുറത്താണല്ലത്. ഞാൻ പണ്ട് നിങ്ങളോട് പറയുന്നത് ഷജറയും സ്വഹാബിയും തമ്മിൽ സംഘടന വൈരം മാത്രമേ ഉള്ളൂ, ദീനില്ല, രണ്ടുടം ദീനില്ല. ഇതാണ് ദുഹാൻ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ഭയപ്പെടാൻ ഞാൻ ചിന്തിക്കാം, വിഷമം കൊണ്ട് പറയല്ല നിർവാൻ. നിങ്ങൾ എവിടെ ആശ്രയിക്കാം? നിങ്ങൾ എന്തിനവലംബിക്കും? ഫിത്തന ഞാൻ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഹദീസ് കിട്ടി. عن أبي الزاهري عن حدثنا بقية بن الوليد أبو اليمان جميعا عن حريز بن عثمان عن أبي الزاهري قال إذا قذف قوم بفتنة ഒരു സമൂഹത്തെ ഫിത്ന കൊണ്ട് എറിയപ്പെട്ടാൽ فلو كان فيهم أنبياء لافتتنوا അമ്പിയാക്കൾ ആ ഫിത്നയിലുണ്ടെങ്കിൽ പോലും, ആ കാലത്ത് അമ്പിയാക്കൾ ഉണ്ടെങ്കിൽ പോലും ഫിത്നയിലാപ്പെട്ടു. എന്തായി പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഫിത്ന കാലഘട്ടത്തെ ഭയപ്പെട്ടോളി. ഫിത്ന വന്നു കഴിഞ്ഞാൽ അമ്പിയാക്കളിൽ പോലും അതിൽപ്പെട്ടു. എന്താണ് ചെയ്യേണ്ടത് അവർക്ക് അറിയാത്തൊരവസ്ഥ വരും. വലൂക്കാനഫി അമ്പിയാവും, അവരെ കൂട്ടത്തിൽ ആരുണ്ടെങ്കിൽ പോലും, അമ്പിയാക്കൾ ഉണ്ടെങ്കിൽ പോലും ലഫ്തത്തിന് ഫിത്നയിലാവപ്പെട്ടു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ കാലം വരുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയൂല, എന്താണ് അവസ്ഥ അറിയൂല, എന്താണ് ഒന്നും അറിയൂല, നമുക്കൊന്നും അറിയൂല. ഫിത്നയിൽ അകപ്പെട്ടു പോകും. يا أيها الناس حبيب سمع أبا موسى يقول حدثنا أبو معاوية عن الأعمش عن أبي وائل سمع أبا موسى يقول يا أيها الناس ജനങ്ങളെ, അബൂ മൂസ തങ്ങളെ യാ ജനങ്ങളെ, ഇന്നഹാ ഫിത്നത്തുൻ, അത് വല്ലാത്തൊരു ഫിത്നയാണ് അവസാന കാലത്ത് വരാൻ പോകുന്നത്. തദഉൽ ഹലീമ ഫിഹാ കഅന്നമാ ഉലിദ അംസ്. ഒരു വിവേകശാലിയായ മനുഷ്യൻ പോലും ഫിത്ന കാലഘട്ടത്തിൽ ഇന്നലെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാവും. അതായത് ഒന്നും മനസ്സിലാവില്ല. കഅന്നമാ ഉലിദ അംസ് കമാ അന്നമാ ഉലിദ അംസ്. ഇന്നലെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ വിവേകിയും നല്ല വിവേകവും ബുദ്ധിയും ബോധവും അറിവുള്ള ആളുകൾക്ക് പോലും ഫിത്ന കാലഘട്ടത്തിൽ അവസാന ഖിയാമത്ത് നാൾ തൊട്ടുമ്പോൾ ഫിത്ന വരും. ആ ഫിത്നയാണ് ദുഹാൻ. തിരിച്ചറിയാൻ കഴിയില്ല. കഅന്നമാ ഉലിദ അംസ്. ഏതോ ബുദ്ധിയില്ലാത്തവനല്ല, ഹലീം, അതായത് വിവേകശാലിയായ ബോധമുള്ള മനുഷ്യൻ പോലും ആ കാലത്ത് അകപ്പെട്ടു പോയാൽ അവന് എന്തായി പോവും? കഅന്നമാ ഉലിദ അംസ്. പറ, ഇന്നലെ പ്രസവിക്കപ്പെട്ടതുപോലെയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ അറിയില്ല? ആ ബുദ്ധി പറഞ്ഞു പോവും. ഇപ്പൊ നിങ്ങളിപ്പോ ഷജറയിലെ കൂടെ സ്വാബിയിലെ കൂടെ നിങ്ങൾക്ക് തിരിയുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നല്ല എന്താണ് രണ്ടിലും കൂടാതിരിക്കുക. പഴയ കാലത്ത് സാലിഹ്യങ്ങൾ പഠിപ്പിച്ചെന്ന ആ ദീനനുസരിച്ച് അങ്ങനെയാണ് പോയിക്കും.